നമസ്കാരം. ഇന്ത്യയുടെ 9ാമത് രാഷ്ട്രപതിയായ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ, അദ്ദേഹത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഭോപ്പാലിലെ ഒരു കർഷക കുടുംബത്തിൽ 1918 ഓഗസ്റ്റ് 19 അദ്ദേഹം ജനിച്ചത്. ഭോപ്പാലിൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ആഗ്രയിലെ സെൻറ്റ് ജോൺസ് കോളേജിലും ലഖനൗ യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. ഇംഗ്ലീഷ് സാഹിത്യം, ഹിന്ദി, സംസ്കൃതം, നിയമം എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമയും ഒക്കെ കരസ്ഥമാക്കിയ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. അധ്യാപകൻ, ഗവേഷകൻ, പത്രപ്രവർത്തകൻ, നിയമജ്ഞൻ, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, കോൺഗ്രസ് പ്രസിഡന്റ്, ഗവർണർ, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി തുടങ്ങി വിവിധ സ്ഥാനങ്ങൾ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ വഹിച്ചിട്ടുണ്ട്. 1974 കേന്ദ്ര വാർത്താവിനിമയ മന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണറായിരുന്നു. അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് ലഖ്നൗവിലെ ഒരു കോടതിയിൽ അഭിഭാഷകനായിട്ടാണ്. ലഖ്നൗ സർവകലാശാലയിൽ നിയമ അധ്യാപകനായിരുന്നു. കേംബ്രിഡ്ജിലും നിയമം പഠിപ്പിച്ചു. സാഗർ സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1992 ജൂലൈ 25 അദ്ദേഹം ഇന്ത്യയുടെ 9ാമത് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം വഹിച്ചിട്ടുള്ള എല്ലാ ഔദ്യോഗിക പദവികളും ഭംഗിയായി കൈകാര്യം ചെയ്യുന്നതിൽ അതിയായ മികവ് പുലർത്തിയ വ്യക്തിത്വമാണ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയ്ക്കുള്ളത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും വിവിധ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും എഡിറ്ററായും ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ സേവനം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി അദ്ദേഹം അനേകം പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. 1999 ഡിസംബർ 27 ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ അന്തരിച്ചു. ഇത് ഇന്ത്യയുടെ 9ാമത് രാഷ്ട്രപതിയായ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയെ പറ്റിയുള്ള ചില ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. നന്ദി, നമസ്കാരം.